ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ പുറത്തുവരാൻ പോകുന്നു. നാളെ രാവിലെ 11 മണിക്കാണ് റിപ്പോർട്ട് പുറത്തുവിടുക. വ്യക്തിഗത വിവരങ്ങളൊക്കെ ഒഴിവാക്കി 233 പേജായിരിക്കും ഈ റിപ്പോർട്ടിൽ പുറത്തുവിടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈപ്പറ്റാൻ സാംസ്കാരിക വകുപ്പിന്റെ കത്ത് റിപ്പോർട്ടറിന് ലഭിച്ചു. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറ്റുവാങ്ങാൻ പോകുന്നത് റോഷിപാലാണ്. ഇതിൽ 233 പേജുകളിലായി എന്തൊക്കെയാണ് ഉൾപ്പെടുക? ഈ ഇരകളായ ആളുകൾ നൽകിയ മൊഴിയുടെ ഒരു സംഗ്രഹമായി എടുക്കാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും? ഒപ്പം സിനിമ കോൺക്ലേവ് നടത്തുന്നുണ്ട് എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ്? സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണവും ഒപ്പം അവർക്ക് നേരെയുണ്ടാകുന്ന അനീതിയും ഒക്കെ അവസാനിപ്പിക്കുന്നതിനായി പ്രധാനപ്പെട്ട ശുപാർശകളായി ഹേമ കമ്മിറ്റി സർക്കാരിന് മുന്നിൽ വെക്കാൻ പോകുന്നത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ ഒപ്പം ഈ പരിശോധനകളിലൂടെ 1.5 വർഷം എടുത്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത്രയും സമയമെടുത്ത് തയ്യാറാക്കുമ്പോൾ അതിൽ ഉള്ളടക്കമായി എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. ആർ റോഷിപാൽ, നാളെ റിപ്പോർട്ട് ഏറ്റുവാങ്ങാൻ പോവുകയല്ലേ റോഷിപാൽ? സുജയ, നാളെ രാവിലെ 11 മണിക്ക് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നാണ് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 233 പേജ് ഭാഗികമായുള്ള റിപ്പോർട്ടാണ് ലഭിക്കുക. അത് ഏറ്റുവാങ്ങാനുള്ള കത്ത് അല്പസമയം മുമ്പ് സാംസ്കാരിക വകുപ്പിൽ നിന്നും ലഭിച്ചത്. നേരത്തെ തന്നെ നമ്മൾ ഈ സാംസ്കാരിക വകുപ്പ് ആവശ്യപ്പെട്ട പ്രകാരം വിവരാവകാശ നിയമപ്രകാരമുള്ള തുക ട്രഷറിയിൽ അടച്ചതാണ്. നേരത്തെ പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് നമുക്ക് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിക്കാതിരുന്നത്. ഏതാണ്ട് 2019 ഡിസംബർ 31 സംസ്ഥാന സർക്കാരിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്. സംസ്ഥാനത്ത് മലയാള സിനിമയിൽ വനിതകളായ സിനിമാ പ്രവർത്തകർക്ക് നേരെ നിരന്തരം നടക്കുന്ന അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ ഇവയെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ടാണ് 4.5 വർഷത്തിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ WCC അടക്കമുള്ള വനിതാ സംഘടനകൾ ആവശ്യപ്പെട്ടെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. പിന്നീട് വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടലിനെ തുടർന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും നാളെ രാവിലെ 11 മണിക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നമുക്ക് റിപ്പോർട്ടർ TVക്ക് ഉൾപ്പെടെ 7 മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകർക്കാണ് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിക്കുക. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും, ഈ സ്ത്രീകൾക്കെതിരെ എവിടെയൊക്കെ അതിക്രമങ്ങൾ നടന്നു, ഏതൊക്കെ തരത്തിൽ ആരൊക്കെയാണ് അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വ്യക്തിഗത വിവരങ്ങൾ അത് സ്വകാര്യതയുടെ ലംഘനമാണ്, സ്വകാര്യത ലംഘിക്കപ്പെടും എന്ന് ചൂണ്ടിക്കാണിച്ച് അത് പുറത്തുവിടേണ്ടതില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ട് ഉത്തരവിൽ തന്നെ പറയുന്നു. പിന്നെ സംസ്ഥാന സർക്കാരും ഇത് നിയമപരിശോധനയുടെ അടിസ്ഥാനത്തിൽ അത്തരം വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ലെന്ന തീരുമാനം എടുക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതാണ്ട് 60-ലേറെ പേജുകൾ വെട്ടിമാറ്റി, പല പ്രധാനപ്പെട്ട പാരഗ്രാഫുകളും വെട്ടിമാറ്റി. റോഷിപാലിന് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കുമെന്നുള്ള അറിയിപ്പ്, അതിന്റെ ആ ഉത്തരവിന്റെ പകർപ്പ് കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. റോഷിപാലിന് നാളെ രാവിലെ 11 മണിക്കാണ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടുക. 233 പേജുള്ള ഈ റിപ്പോർട്ട് നമ്മൾ ഇഴകേറി തന്നെ റിപ്പോർട്ടറിലൂടെ പരിശോധിക്കും. നേരത്തെ പരസ്യമാക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പേജ് നമ്പർ 49-ലെ ചില ഭാഗങ്ങൾ, പേജ് 81 മുതൽ 100 വരെ ചില മൊഴികൾ, സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്നിവയുൾപ്പെടെയാണ് ഒഴിവാക്കുക. കഴിഞ്ഞ മാസം 24-ാം തീയതി പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്ന റിപ്പോർട്ടാണ് റോഷിപാൽ. സജിമോൻ പാറയിലിന്റെ ഒരു ഹർജി കാരണം ഇത്രയും താമസിച്ചു. ഏകദേശം 1 മാസത്തോളം താമസിച്ചു അല്ലേ? സുജയ, അന്ന് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഏറ്റുവാങ്ങാനായുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ ട്രഷറിയിൽ പണമടച്ച് ഞാനുൾപ്പെടെ അവിടെ എത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ടു മുമ്പ് ഈ സിനിമാ പ്രവർത്തകനായ സജിമോൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നാലെ തന്നെ ആ പകർപ്പ് നൽകേണ്ടതില്ല എന്ന ഉത്തരവ് വരികയും ചെയ്തു. തുടർന്ന് നമ്മൾ മടങ്ങുമായിരുന്നു. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ആ നിയമ തടസ്സം മാറിയ ഒരു സാഹചര്യത്തിലാണ് 7 ദിവസം സാംസ്കാരിക വകുപ്പിന് ഹൈക്കോടതി സമയം നൽകിയെങ്കിലും അത്രയും സമയം കാത്തിരിക്കാതെ തന്നെ ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. കാരണം ഇനി ഈ നിർമ്മാതാവ് തന്നെ വീണ്ടും ഡിവിഷണൽ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു ഇടപെടൽ വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ വീണ്ടും അത് ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരുട്ടുമുറിയിൽ തന്നെ കിടക്കും. ഏതായാലും സംസ്ഥാന സർക്കാരിനും ഈ റിപ്പോർട്ട് പുറത്തു വരണം എന്ന ആഗ്രഹമാണെന്ന് സിനിമാ മന്ത്രി കൂടെ സജി ചെറിയാൻ പലവട്ടം ഇപ്പോൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ 4.5 വർഷം എന്തുകൊണ്ടാണ് റിപ്പോർട്ട് അത് പൂഴ്ത്തിവെച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ
ഉത്തരമില്ല. ഇനി പുറത്തു വരുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്നത് പുറത്തുവരുന്ന റിപ്പോർട്ട് റോഷിപാൽ തയ്യാറെടുത്തോളൂ. നാളെ രാവിലെ 11 മണിക്ക് റോഷിപാൽ ഈ റിപ്പോർട്ട് ഏറ്റുവാങ്ങുന്നത് മുതൽ 233 പേജും ഇഴകേറി പരിശോധിക്കാൻ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഒഴിവാക്കിയ ഭാഗങ്ങളിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ അതേക്കുറിച്ച് റെക്കമെൻഡേഷൻസ് നൽകാതിരിക്കാൻ ഈ കമ്മിറ്റിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ 3 അംഗ കമ്മിറ്റി, ഹേമ കമ്മിറ്റി നൽകുന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്തൊക്കെയാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയായിരിക്കും നമ്മൾ ആഴത്തിലുള്ള വിശകലനങ്ങളിലേക്ക് പോവുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വിശദമായ ചർച്ച പ്രേക്ഷകർക്ക് റിപ്പോർട്ടിൽ കാണാം. 233 പേജുള്ള ആ റിപ്പോർട്ട് ഞങ്ങൾ നാളെ രാവിലെ 11 മണിക്ക് റോഷിപാൽ ഏറ്റുവാങ്ങി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ജനങ്ങൾ കൂടി അറിയട്ടെ എന്താണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന്.